ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. നല്ല കുറുകിയൊരു ഗ്രീൻ പീസ് കറിയാണ്. ഞാനിതിന് തേങ്ങയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പിന്നെ ഞാനിവിടെ 250 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ടു. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവോള, ഒരു വലിയ സവോള, പിന്നെ തക്കാളി, ഒരു വലിയ തക്കാളി, പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇത് ഞാൻ 2 ടീസ്പൂണുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ കുക്കർ വേവിക്കുമ്പോൾ നോക്കണം, ഗ്രീൻ പീസിൻ്റെ വേവ് അനുസരിച്ച് വേണം നമ്മൾ വിസിലടിച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എൻ്റെ ഇതിൽ 4 വിസിലാണ് അടുപ്പിച്ചത്. ഇത് നമ്മൾ തുറന്നു നോക്കാം. നോക്കിയേ, അപ്പം നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ഒത്തിരി നേരം തിളക്കുക, വളരെ ഗ്രീൻ പീസ് വെന്തതാണ്. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കാതെ, നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഗ്രീൻ പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, നമ്മൾ താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കാം, അല്ലെങ്കിൽ സവോള, ഒരു ചെറിയ സവോള ചേർക്കാം. പിന്നെ ഉണക്കമുളക് ഒരു 4 എണ്ണം, പിന്നെ കറിവേപ്പില. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്ക് അന്നേരം ഇളക്കി കൊടുക്കാം. ഇപ്പം നോക്കി, ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും അല്ലെങ്കിൽ അപ്പത്തിനും ഒക്കെ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വളരെ 15 മിനിറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കുക്കറിൽ ഈ ഗ്രീൻ പീസ് കറി, വളരെ എളുപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കണേ. ഓക്കെ, നമ്മുടെ ഗ്രീൻ പീസ് റെഡിയായി. നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.